There's not much to do when all I can. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക. അതിനുവേണ്ടി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഞങ്ങളുടെ പിൽഗ്രിമിൻ്റെ ആണ്. പിൽഗ്രിമിൻ്റെ നല്ലൊരു ഗ്ലോയിങ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തത്. ഇത് ബെയർ സ്കിന്നാണ്. അത്യാവശ്യം നല്ലോണം ആക്നെ മാർക്കും പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ടുണ്ട് സ്കൂട്ടറിൽ പോയി. നെക്സ്റ്റ് ഞാൻ നൈക്കയുടെ പ്രെപ്മിയപ്പിൻ്റെ പ്രൈമർ യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഓപ്പൺ പോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് മൈഗ്ലാമിൻ്റെ ഒരു നല്ലൊരു ഹൈഡ്രേറ്റിംഗ് സിറം കൺസീലറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും അതുപോലെ തന്നെ എന്താ പറയുക ആക്നെ മാർക്സും സംഭവങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നന്നായിട്ട് ഞാൻ ഫേസിലെല്ലാം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്നെയുടെ മാർക്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ ലിപ്പിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഒക്കെ നല്ലോണം പിഗ്മെൻറ്റേഷനും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്, ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. ഇതൊരു ഡെയിലി വിയർ ഫൗണ്ടേഷൻ ആട്ടോ. നമുക്ക് പാർട്ടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒട്ടും തന്നെ അത്ര ഭയങ്കര കവറേജ് ഒന്നുമില്ല, മീഡിയം കവറേജ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മുടെ ഫിറ്റ്മിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൂസ് പൗഡർ വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാൻ കാര്യം അത്യാവശ്യം നല്ലോണം കവറേജ് ഉള്ളൊരു കൺസീലറാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഒരുപാട് ലെയറപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് എടുത്തത്. നെക്സ്റ്റ് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് എൻ്റെ ഐബ്രോസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് നല്ല ഡാർക്കായിട്ടുള്ള ഐബ്രോസാണ് പൊതുവേ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ അതിനുശേഷം ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ മിക്കതും എടുത്തേക്കുന്നത് കേട്ടോ. ബ്ലൂ ഹെവൻ്റെ ഒരു വാം ഓറഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ ക്രീസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് സെയിം പാലറ്റിൽ തന്നെ വേറൊരു ബ്രൗൺ ഷെയ്ഡും കൂടി ഞാൻ നമ്മുടെ ഔട്ടർ കോർണറിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനകത്തുള്ള ഒരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ നടുക്കത്തെ പോർഷൻ ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് ഡാബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നൈക്കയുടെ പാലറ്റിലെ ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഐലൈനർ പോലെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഐലൈനർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഐ ഷാഡോ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ ഏറ്റവും ബെറ്റർ ഈ ഒരു സംഭവമായിരിക്കും. സോ അങ്ങനെ ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇത് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം നൈക്കയുടെ കാജൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു സ്പൂളി എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഒരു ഐ മേക്കപ്പ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാര യൂസ് ചെയ്തിട്ടാണ് ലാഷസൊക്കെ നന്നായിട്ട് അടിപൊളിയാക്കി കൊടുക്കുന്നത്. ഞാനങ്ങനെ ഫേക്ക് ലാഷസ് വെക്കാറില്ല. ഓൾറെഡി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലാഷസ് ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് ഞാൻ ഷുഗറിൻ്റെ പാലറ്റ് ഇടുന്ന അതിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഇവിടെ കോണ്ടോറിങ്ങോ ബ്ലഷോ അങ്ങനെ സംഭവമൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ അതിനോട് വലിയ താല്പര്യമില്ല. ലാസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇബ കോസ്മെറ്റിക്കിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ കാരമൽ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വാം ബ്രൗൺ ഷെയ്ഡാണ്. സോ ഇത്രയുള്ള നമ്മുടെ മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പൊട്ടും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും അക്സസറീസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജുംക്ക വെച്ചിട്ട് മിററിൻ്റെ ഒരു ജുംക്ക വെച്ചിട്ട് ഒരു ഓക്സിഡൈസ്ഡ് ജുംക്ക വെച്ചിട്ടാണ് പെയർ ചെയ്യണം. ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. സോ ലാസ്റ്റ് ലുക്ക് നമുക്ക് കാണാം. Don't know where we're gonna fly like you did sometimes. Seeing eyes of mine. Love, 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 I wanna be strong, strong. We're doing wrong, but I'll try to fix it. Love, love, love. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്തായാലും ചോദ്യം വരും. എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ ഓവറോൾ ഒരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഞാൻ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണ് ലുക്ക് എന്നുള്ള. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഈ മേക്കപ്പ് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും വെഡിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് എന്തിനു വേണമെങ്കിലും പോകുമ്പോൾ എന്താ നല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഒരു ട്രഡീഷണൽ ആൻഡ് എന്താ പറയുക മിക്സ്ഡ് ആയിട്ടുള്ള ഭയങ്കര ഭംഗിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. എന്തായാലും ചോദ്യം വരും. ആൻഡ് ഈ ഒരു ഇയറിങ്ങും ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണ് വാങ്ങി ഏത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇത് ആമസോണിനകത്തും മീഷോനകത്തൊക്കെ അവൈലബിൾ ആണ്. ഈ ഡ്രസ്സ് തമേഹ എന്നാണ് തോന്നുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ എൻ്റെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഫുൾ സ്ലീവ് ആണ് കേട്ടോ. എന്താ ഇങ്ങനെ ചുരി ആയിട്ടുള്ളൊരു സ്ലീവൊക്കെ ആയിട്ടുള്ളൊരു ടോപ്പ്. അതിൻ്റെ കൂടെ ജസ്റ്റ് പെയർ ചെയ്തെന്നുള്ളൂ. ഭയങ്കര രസമാണ്. ഇവിടെയൊക്കെ കാണിച്ചു തരാം. കണ്ടോ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു മിറർ വർക്കാണ്. മിററും അതുപോലെ തന്നെ കുഞ്ഞ് ഷുഗർ ബീഡ്സും ആണ് ഇവിടെ വർക്ക് കംപ്ലീറ്റ്. ആൻഡ് ഇവിടെ മിററും ഉണ്ട്. ഒരു ഐ ലുക്കുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രൗണും വാം ബ്രൗണും അതുപോലെ തന്നെ ഒരു ഗ്ലിറ്ററും ഷെയ്ഡായിട്ടൊരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡും കൂടെ ആയിട്ടുള്ള ഒരു ഷിമ്മറി ഷെയ്ഡും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ യാ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നവരെ ബൈ.